ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സെക്ഷൻ തുടങ്ങുവാണ്. കഴിഞ്ഞ ദിവസത്തോടുകൂടി ആ ടൈപ്പ് പ്രോബ്ലംസ് താൽക്കാലികമായിട്ട് തീർന്നു എന്നേ പറയുന്നുള്ളൂ. കാരണം ഇനിയും വരുന്നുണ്ടത്. അടുത്ത മൊഡ്യൂളിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി അനാലിസിസ് യൂസിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡാണ്. സോ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് നേരത്തെ നിങ്ങൾ പഠിച്ച, അതായത് തൊട്ട് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രോബ്ലവും ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ പരിപാടി അറിയണം. കുറച്ച് ആ ബേസിക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. കിട്ടിയില്ല എങ്കിൽ പാടായിപ്പോവും. അത് പക്ഷേ നേരത്തെ അത്രയൊന്നും ഒരു പാടുമില്ല. അതിൻ്റെ ഒരു 4/1 പരിപാടിയേ ഉള്ളൂ ഇതിന്. പക്ഷേ കാര്യങ്ങൾ അറിയണം. കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നേരത്തേനേക്കാൾ പാടായിപ്പോവും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു തിയറി പഠിക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അത് തിയറി ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലത്തിലും ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന പേര് പലതവണ വരും. സോ അതെന്താ? സർക്കിളിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളത്. അത് ഓരോ ഇൻസ്റ്റൻറ്റ് വെച്ച് സർക്കിളിൻ്റെ സെൻറ്റർ മാറത്തൊന്നുമില്ല. പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും മാറുന്ന സെൻറ്ററിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അത് ഫിസിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ AB എന്ന് പറയുന്ന ലിങ്ക്, B എന്ന് പറയുന്ന ലിങ്ക് കൺസിഡർ ചെയ്യാം. ഈ ലിങ്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ലിങ്ക് ഇങ്ങനെ ഈ പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജിൽ, അതായത് ലിങ്ക് AB-യിൽ നിന്നും, ഞാൻ ഇതിനെ രണ്ടാമത്തെ പൊസിഷനെ A', B' എന്ന് വിളിച്ചു, അല്ലെങ്കിൽ A1 B1 എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന A1 B1 എന്ന്, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഫിഗറിൽ ലിങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ AB, ആദ്യമേ ഇരിക്കുന്നത് AB-യിൽ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് A1 B1 എന്ന് പറയുന്ന ഈ പൊസിഷനിലേക്ക് എത്തി. ഞാൻ അതിന് പകരം ഇവിടെ A', B' എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. A1 B1 A' B' നമ്മുടെ ഇഷ്ടം. സോ ഇങ്ങനെ ഒരു ലിങ്ക് മൂവ് ചെയ്യുമ്പോൾ ആ ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ജോയിൻ A ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് A' ജോയിൻ ചെയ്യുക. Similarly, join B'. ഇനി ഈ A'-ന് ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാം. ഈ A'-ന് ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ച് നല്ല നീളത്തിൽ വരച്ചിടും. സിമിലർലി B'-നും ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. ഇതൊക്കെ ഡോട്ടഡ് ലൈനെ യൂസ് ചെയ്യാവുള്ള നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻസാണിത്. അതുകൊണ്ട് ലിങ്കിൻ്റെ ഫിഗർ ഒഴിച്ച് ബാക്കിയെല്ലാം ഡോട്ടഡ് ലൈൻസേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ തൊട്ടപ്പുറത്തെ ഫിഗറിൻ്റെ അകത്ത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അത് വരച്ചിരിക്കുന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നെടുത്താണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു മിസ്റ്റേക്കാണ്. എല്ലാം ഡോട്ടഡ് ലൈൻസേ പാടുള്ളൂ. ആ ലിങ്ക് AB, ലിങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷനായ AB, ഫൈനൽ പൊസിഷനായ A', B' ഒഴിച്ച് ബാക്കിയെല്ലാം ഡോട്ടഡ് ലൈനേ പാടും. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വരച്ച രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ഇല്ലേ, ഈ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറുകൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ, അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് ഈ ലിങ്കിൻ്റെ AB-യുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ I എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്ത ഈ പോയിന്റാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ I എന്നാണ് ഷോർട്ടിൽ വിളിക്കുന്നത്. ഓക്കെ, ഇത് തിയറിയാണ്. തിയറി ആയിട്ട് ചോദിക്കാം എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡെഫിനേഷനും പിന്നെ ഈ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ.
ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ തിയറിയൊക്കെ എഴുതാൻ വേണ്ടി മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോബ്ലം വരുമ്പോൾ ഞാനത് വേറൊരു രീതിയിലായിരിക്കും പറഞ്ഞു തരിക. ഇത് മനസ്സിലായില്ല എന്നോർത്ത് പ്രോബ്ലം മനസ്സിലാവില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് പക്ഷേ തിയറി എഴുതാൻ ഇൻ കേസ് മനസ്സിലായില്ല എങ്കിൽ പോലും ഈ ഫിഗർ ഒന്ന് കാണാതെ പഠിച്ചു വെച്ച് ഈക്വേഷനും കാണാതെ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. തിയറിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ലിങ്ക് എ ബി കൺസിഡർ ചെയ്യുക. ഈ ലിങ്ക് എ ബിയിലുള്ള മറ്റൊരു പോയിൻ്റാണ് സി. ഈ എ സി ബി എന്ന് പറയുന്ന 3 പോയിന്റുകളുടെ വെലോസിറ്റി റെസ്പെക്റ്റീവ്ലി വി എ വി സി വി ബി ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐ ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് തമ്മിൽ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വെലോസിറ്റികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് വെലോസിറ്റി ഓഫ് പോയിന്റ് സി, ഈ പോയിന്റിൻ്റെ വെലോസിറ്റിയായ വി സി ഡിവൈഡഡ് ബൈ ഐ സി. എന്താ ഐ സി? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് സി എന്ന് പറയുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി എ, വെലോസിറ്റി ഓഫ് പോയിന്റ് എ, വി എ ഡിവൈഡഡ് ബൈ ഐ എ. ഐ എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് നമ്മളത് വെലോസിറ്റി എടുത്ത ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിമിലർലി ഇനി നമുക്ക് പറയാമല്ലോ എന്താ? വി ബി ബൈ ഐ ബി. അതിപ്പം ഇവിടെ വി സി എന്നുള്ളത് ആദ്യം വന്നു, വി എ രണ്ടാമത് വന്നു, അങ്ങനെയൊന്നുമില്ല. ഏത് പോയിന്റ് എടുത്താലും സിമ്പിളി ഇത്രയേ ഉള്ളൂ. ഈ ലിങ്കിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, എല്ലാം എന്തിനോട് ഈക്വൽ ആണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് എ ബി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ. ഒമേഗ ഓഫ് ലിങ്ക് എ ബി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, കാണാതെയെങ്കിലും അറിഞ്ഞു വെക്കണം. തിയറി എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. സോ വി എ ബൈ ഐ എ ഇസ് ഈക്വൽ ടു വി ബി ബൈ ഐ ബി ഇസ് ഈക്വൽ ടു വി സി ബൈ ഐ സി. അങ്ങനെ പഠിച്ചാലും മതി. ഇത് ആദ്യം വരണമോ അങ്ങനെയൊന്നുമില്ല. സിംപിളി ആ പോയിന്റിൻ്റെ ലിങ്കിൻ്റെ ഏതൊരു പോയിന്റിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ഓഫ് ദാറ്റ് ലിങ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തിയറി എഴുതാൻ യൂസ്ഫുൾ ആയതാണ്. സോ നെക്സ്റ്റ്, ഈ ഫിഗർ എന്ന് പറയുന്നത് ഇതിനെ ഒരു ട്രീ ഡയഗ്രാം എന്നാണ് വിളിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളെ മെയിൻലി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നും സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നും. ഇനി പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളെന്നും പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളെന്നും. ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. ഇനി സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകൾക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്. നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഈ ട്രീ ഡയഗ്രാം ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ ഇത് ഒറ്റ ടൈപ്പാണ് കേട്ടോ, നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഒരെണ്ണവേ ഉള്ളൂ. ഇതിന് സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് ഒറ്റ ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നേരത്തെ പഠിച്ച ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളുടെ ഒരു ഗ്രാഫിക്കൽ ഫോം. സോ ഇതൊരു 4 ബാർ മെക്കാനിസം ആണിത്. ഒരു സാധാ 4 ബാർ മെക്കാനിസം, എ ബി സി ഡി 4 ലിങ്ക് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു 4 ബാർ മെക്കാനിസം. ഈ മെക്കാനിസത്തിൽ ഏതൊക്കെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതിലേതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പല ടൈപ്പുകൾ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഏതിൻ്റെ താഴെ വരുന്നതാണ്? പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ താഴെ വരുന്നതാണ്. സോ അത് ഈ ഫിഗറിൽ ഏതാണെന്ന് നോക്കാം. ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് ലിങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളെയാണ് ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ഈ 4 ബാർ മെക്കാനിസത്തിലെ ഈ 2 ജോയിൻറ്റ് കണ്ടോ? ഈ ജോയിൻറ്റ്, എൻ്റെ ലേസർ ഇരിക്കുന്ന ജോയിൻറ്റ്, പിന്നെ ഈ ജോയിൻറ്റ്. സോ ഈ 2 ജോയിൻറ്റുകളെയാണ് ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് എന്ന് വിളിക്കാൻ കാരണം അവ എപ്പോഴും ഒരു ഫിക്സഡ് ലിങ്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ആ
ആ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എപ്പോഴും ഒരു ഫിക്സഡ് ലിങ്കിനോട് അടുത്തായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ ഈ എൻറ്റയർ മെക്കാനിസത്തിലെ ഫിക്സഡ് ലിങ്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ ഈ ലിങ്കിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇതും ഇതും. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ പേരിടുവാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ലിങ്ക് 1ൻ്റെയും ലിങ്ക് 4ൻ്റെയും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. സോ അതിനെ I14 എന്ന് വിളിക്കാം. I14 എന്നോ I41 എന്നോ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഈ രണ്ട് ലിങ്കിൻ്റെയും ഇടയ്ക്കിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ I14 എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇതിരിക്കുന്നത് ലിങ്ക് 1ൻ്റെയും ലിങ്ക് 2ൻ്റെയും ഇടയ്ക്കാണ്. അതിനെ I12 എന്ന് വിളിക്കും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ അതായത് ഒരു നോർമൽ 4 ബാർ മെക്കാനിസത്തിൽ ഏതൊക്കെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അത് എവിടെയൊക്കെയാണ് വരുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്നൊരു റഫ് ഐഡിയ തരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് I12. സോ അപ്പോൾ I14ഉം I12ഉം എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അടുത്ത ടൈപ്പിലേക്ക് പോകും. പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കത്തില്ല, പക്ഷെ പെർമനൻ്റ് ആയിരിക്കും. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ലിങ്ക് 4ൻ്റെയും ലിങ്ക് 3യുടെയും കണക്ഷൻ പോയിൻ്റാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് പോയിൻ്റാണ്, ഫിക്സഡ് അല്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു പെർമനൻറ്റ് പോയിൻ്റാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറയുന്നത് എപ്പോഴും ഈ ലിങ്ക് 4ൻ്റെയും ലിങ്ക് 3യുടെയും ജോയിൻറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ C എന്ന് പറയുന്ന പോയിന്റിലെ ജോയിന്റ് ഇതൊരിക്കലും ഫിക്സഡ് അല്ല, പക്ഷെ ഇത് പെർമനൻ്റ് ആണ്. എങ്ങനെ പെർമനൻ്റ് ആവണത്? അതെന്ന് പറയുന്നത് ലിങ്ക് 3ൻ്റെയും ലിങ്ക് 2ൻ്റെയും ജോയിനിങ് പോയിന്റിലാണ് എപ്പോഴും ഉണ്ടാവുക. സോ ഈ I23ഉം I34ഉം അറിയപ്പെടുന്നത് പെർമനൻ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇതും I14ഉം I12ഉം ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, I23ഉം I34ഉം പെർമനൻ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇത് രണ്ടും ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്? ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്? ആ ട്രീ ഡയഗ്രം നോക്കുക. ട്രീ ഡയഗ്രത്തിൽ ഏതിൻ്റെ താഴെയാണ് ഇത് കിടക്കുന്നത്? പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കഴിഞ്ഞു. ഇനി സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സെക്കൻഡറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ പാടെ ഒറ്റ സബ് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ ഞാൻ നേരത്തെ ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഈ ഫിഗർ ഇതൊന്നും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇത് ഇവിടെയാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇവിടെയാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇത് ഇവിടെയാണെന്ന് എങ്ങനെയാണ്? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തന്നോളാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഏകദേശ ഐഡിയ, ഇത് തിയറി ചോദിച്ചു കഴിയുമ്പോൾ ഒരു 4 ബാർ മെക്കാനിസത്തിലെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകൾ ഏതാണ്, അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണോ ഉള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴും അടുത്ത സ്ലൈഡുകളിലൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകൾ. ഇത് രണ്ടുമാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. സോ I13ഉം I24 ഇതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇവ ഇങ്ങനെ വിളിക്കാൻ കാരണം ഇവയ്ക്ക് ഒരു സ്ഥിരം ലൊക്കേഷൻ ഇല്ല. ഇവ കണ്ടിന്യൂസ്ലി വേരി ചെയ്തുകൊണ്ടിരിക്കുക. മെക്കാനിസം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ദേ വേരി വിത്ത് ദ കോൺഫിഗറേഷൻ ഓഫ് ദ മെക്കാനിസം മാറുന്നതനുസരിച്ച് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഈ മെക്കാനിസം എങ്ങനെ മൂവ് ചെയ്താലും അത് ഇവിടെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് എന്ന് വിളിക്കുന്നത്. പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഈ മെക്കാനിസം എങ്ങനെ മൂവ് ചെയ്താലും ഇപ്പോൾ ഈ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആണെങ്കിൽ അത് എപ്പോഴും ലിങ്ക് 4ൻ്റെയും ലിങ്ക് 3യുടെയും ജോയിൻറ്റിലേ വരത്തുള്ളൂ. ലിങ്ക് 2ൻ്റെയും ലിങ്ക് 3യുടെയും ജോയിൻറ്റിലേ ഈ I23 എന്ന് പറയുന്നുള്ള പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിന് പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. പക്ഷേ നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് എന്ന് പറയുന്നത് അത് മെക്കാനിസം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ചെറിയ രീതിയിൽ ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ ഇതും മാറും. ഓക്കെ, ഇനി ചെറിയ 1-2 ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാം. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് പേരിടുന്നത്, ഇപ്പം ഇത് ജസ്റ്റ് ഒരു വേഗമായിട്ടൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇതൊരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ്. ആ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ്, അത് ഓർത്ത് വെക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ ഇരിക്കുന്നത്? ഈ ലിങ്ക് 4ൻ്റെയും ലിങ്ക് 1ൻ്റെയും ഇടയ്ക്ക്. സോ അതിനെ I14 എന്ന് വിളിക്കും. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ ഇരിക്കുന്നത്? ലിങ്ക് 4ൻ്റെയും ലിങ്ക് 3യുടെയും ഇടയ്ക്ക്. അപ്പോൾ അതിനെ എന്ത് വിളിക്കും? ലിങ്ക് I34 എന്ന് വിളിക്കും.
ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ ആയിരിക്കുന്നത് ലിങ്ക് 2നും ലിങ്ക് 3ക്കും ഇടയ്ക്ക്. അപ്പോൾ അതിനെ എന്ത് വിളിക്കും I23 എന്ന് വിളിക്കും. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ ആയിരിക്കുന്നത് ലിങ്ക് 1നും ലിങ്ക് 2നും ഇടയ്ക്ക്, അതിനെ I12 എന്ന് വിളിക്കും. ഇനി ഇതിനെങ്ങനെയാണ് പേരിടുന്നതെന്ന് നോക്കുക. സോ ഇതിന് പേരിടുന്നത് ഇതിൻ്റെ നേരെയുള്ള 2 ലിങ്കുകൾ നോക്കുക. ഏതാ ലിങ്ക് 1 ലിങ്ക് 3. സോ ആ 2 ലിങ്കിൻ്റെ പേര് ഇവിടെ ഇതൊരു എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് വേ അത്രേ ഉള്ളൂ. അല്ലാതെ ഇതാണോ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പോകുന്നൊന്നും വേണ്ട, നമുക്ക് കാര്യം കിട്ടിയാൽ പോരെ. സോ ഇതിൻ്റെ നേരെയുള്ള 2 ലിങ്കിൻ്റെ പേര് ഇവിടെ ഇടുക. സിമിലർലി ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ നേരെയുള്ള 2 ലിങ്ക് ഏതാത് ലിങ്ക് 2 ലിങ്ക് 4. സോ I24 എന്നിടുക. ഇത് തൽക്കാലം ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഷോർട്ട് കട്ടാണേ. ഓക്കെ, പ്രോബ്ലം വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത സ്ലൈഡുകളൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അടുത്തത് നേരത്തെ പറഞ്ഞ ആ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ജോയിൻറ്റുകളിലെല്ലാം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ജോയിൻറ്റുകളിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉണ്ട് എന്നുള്ളത്. ഇനി അതിനെ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് 2 ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേനും when 2 links are connected by a pin joint or a pivot joint, the instantaneous center lies on the center of the pin. Such instantaneous center is permanent nature, but if one of the link is fixed, the instantaneous center will be of fixed type. അതായത് 2 ലിങ്കുകൾ തമ്മിൽ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ജോയിൻറ്റിലുണ്ടാവുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് അത് പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുകളായിരിക്കും. ഇനി ആ പ്രൈമറി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ. ഏതാണ് ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഉണ്ട്, പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഉണ്ട്. സോ ഈ 2 ലിങ്കുകളിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആണെങ്കിൽ ആ ഉണ്ടായ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നും, ഇനി അത് രണ്ടും ഫിക്സഡ് അല്ല എങ്കിൽ അതിനെ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നും വിളിക്കും. അടുത്തത് ഒരു സ്ലൈഡറിൻ്റെ കേസിൽ ഒരു സ്ലൈഡർ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ സ്ലൈഡ് ചെയ്യുന്ന ഒരു സ്ലൈഡറിൻ്റെ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. സോ ഇവിടെ സ്ലൈഡ് ചെയ്യുന്ന സർഫസിൻ്റെ നമ്പർ 1ഉം സ്ലൈഡറിൻ്റെ നമ്പർ 2ഉം ആണ്. സോ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ I12 എന്നാണ് വിളിക്കുന്നത്. അത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാം. പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യും. സോ മെയിൻലി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ആ 2 ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്ത് ഉണ്ടാവുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആണ്. ഓക്കെ, അതൊന്നുമില്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആവാം, അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആവാം. ആ 2 ലിങ്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതല്ല രണ്ടും ഫിക്സഡ് അല്ല എങ്കിൽ അത് പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അടുത്തത് സ്ലൈഡറിൻ്റെ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും.